ഒഴിവാക്കലിൻ്റെ വേദനകൾ ഒരുപാട് അനുഭവിച്ചാണ് നമ്മളെല്ലാവരും. ഒരു മുറിവുണ്ടാക്കുന്ന വേദന മുറിവുണങ്ങുന്നതോടെ കഴിയും. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെയൊക്കെ ഒന്നുമല്ലാക്കി കളഞ്ഞ, നിരാശരാക്കി കളഞ്ഞിട്ടുള്ള കുറേയേറെ വേദനകൾ സഹിച്ചിട്ടുള്ള നമ്മളെല്ലാവരും, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വൈകാരികമായ അത്തരം വേദനകൾ നമ്മളെ ചിലപ്പോൾ തികച്ചും നിരാശരാക്കി കളഞ്ഞിട്ടുണ്ടാകും. വൈകാരികമായ വേദനകളിൽ രണ്ട് തരത്തിലുള്ള വേദനകളുണ്ട്, തികച്ചും നമ്മളെ നിരന്തരമായി വേട്ടയാടുന്നവ. ഒന്ന് ഒഴിവാക്കപ്പെടുന്നതിൻ്റെ വേദന, മറ്റൊന്ന് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, സൗഹൃദങ്ങളിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന്, ജോലി സ്ഥലത്ത്, അങ്ങനെ എത്രയോ ഇടങ്ങളിൽ ഈ ഒഴിവാക്കലിൻ്റെ വേദന അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ആ വേദന ഇപ്പോഴും കൊണ്ടു നടക്കുന്നവരും ഉണ്ട്. പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവരൊക്കെ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്? നമ്മൾ എന്ത് ചെയ്തിട്ടാണ് അല്ല ഇവരൊക്കെ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത്? നമ്മൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. ഒന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം, ആർക്കു വേണ്ടിയും കരഞ്ഞു കളയാനുള്ളതല്ല നമ്മുടെ ഈ ജീവിതം. ജീവിതത്തിൽ ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നമ്മൾ കരയുന്ന സമയത്ത് അത് കണ്ടു ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണീര് മറ്റുള്ള ആളുകളുടെ സന്തോഷത്തിൻ്റെ അങ്ങനെ ആകാൻ നമ്മൾ അനുവദിക്കരുത്. ഒറ്റപ്പെടുത്തലുകൾ, ഒഴിവാക്കലുകൾ, ഇവയ്ക്കൊന്നും ഒരവസാനം ഉണ്ടാകാൻ പോകുന്നില്ല. പലർക്കും നമ്മൾ തടസ്സങ്ങളോ അവരുടെ നേട്ടങ്ങൾ കൊണ്ടുപോകുന്നവരോ ആണെന്ന ചിന്തയാണ് ഇത്തരം ഒഴിവാക്കലുകളുടെ പിന്നിലുള്ളത്. അത് വിട്ടുകളയൂ. നമുക്ക് ഇനിയുമുണ്ട് പിന്നിടാൻ ഒത്തിരി. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, നമ്മളെ വേണ്ടുന്നവർ, നമ്മളെ ആശ്രയിച്ചിരിക്കുന്നവർ, നമ്മളെ വിശ്വസിക്കുന്നവർ, അവരെ കാണാൻ ശ്രമിക്കാം. അവർക്കൊപ്പമാകാൻ നമുക്ക്. നമ്മൾ ആഗ്രഹിക്കുന്നവർ, അത്തരം ആളുകളുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കാൻ നോക്കുക. ലളിതമായ ജീവിതശൈലികൾ നമുക്ക് സ്വീകരിക്കാം. ശരിക്കും ഈ ലളിതമായിട്ടുള്ളൊരു ജീവിതശൈലി സ്വീകരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ല മാറ്റം. ഒഴിവാക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ആളുകൾ അവർ പൊക്കോട്ടെ. അവിടെയൊക്കെ നമ്മൾ പറയില്ലേ, നമ്മുടെ സത്യത്തെ ബോധ്യപ്പെടുത്തി ഞങ്ങൾ ഇങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് നമ്മുടെ ശ്രമമെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ. നമ്മളെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ടാവാം. അതവർ നമ്മളെ മനസ്സിലാക്കാൻ അവർ സമയം കണ്ടെത്തിക്കോട്ടെ എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ ഇനിയും കുറച്ചുകൂടി കൂടെ പോകാം. വേറെ ആരുടെയും പുറകെ പോകാനല്ല. ചിലതൊക്കെ എങ്ങനെ ലൈഫിൽ അങ്ങ് വിട്ടുകളയണം.